കുറച്ച് മാമ്പഴം, കുറച്ച് ചെറുപഴം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് ആണുള്ളത് അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയയുടെ ചൂട് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സേമിയയുടെ ചൂട് നന്നായിട്ട് മാറിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.